നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, എന്ന വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. മോഹൻ ബഗാൻ്റെ മുൻ താരമായ ധീരജ് സിംഗിനെ വീണ്ടും മോഹൻ ബഗാൻ സൈൻ ചെയ്യിപ്പിച്ചിരിക്കുകയാണ്. ഈ സീസണിലേക്കാണ് വീണ്ടും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ധീരജ് സിംഗ് എന്ന് പറയുന്ന താരത്തിനെ സൈൻ ചെയ്തതായിട്ട് ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി FC ഗോവയ്ക്ക് വേണ്ടിയുമെല്ലാം ഗോൾ കീപ്പർ സ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള യുവതാരമാണ് ധീരജ് സിംഗ്. എന്തായാലും ധീരജ് സിംഗ് മോഹൻ ബഗാനിൽ മികച്ച രീതിയിൽ തന്നെ കളിക്കട്ടെ എന്ന് തന്നെ ആശംസിച്ച അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. എന്തായാലും ഡുറൻ കപ്പ് തുടങ്ങിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് 4 പോയിൻറ്റ് നേടിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി വരാൻ പോകുന്ന ഡുറൻ കപ്പിൻ്റെ മത്സരത്തിൻ്റെ ലിസ്റ്റ് നോക്കാം. ഓഗസ്റ്റ് അതായത് ഇന്ന് ഈസ്റ്റ് ബംഗാൾ FC ഡൗൺ ടൗൺ ഹീറോ FCയുമായിട്ട് 7 മണിക്ക് ഏറ്റുമുട്ടുന്നുണ്ട്. അതേപോലെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നാളെ ഇന്ത്യൻ എയർഫോഴ്സുമായിട്ട് 4 മണിക്ക് ഏറ്റുമുട്ടുന്നു. അതേപോലെ തന്നെ നാളെ തന്നെ FC ഗോവയും ത്രിഭുവൻ ആർമി FCയുമായിട്ട് ഏറ്റുമുട്ടുകയാണ് 7-ാം തീയതി 7 മണിക്ക്. നാളെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC vs BSF ടീമായിട്ട് ഓഗസ്റ്റ് 9-ാം തീയതിയും അതേപോലെ തന്നെ ഓഗസ്റ്റ് 10-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടുകയാണ് CSF പ്രൊട്ടക്ടേഴ്സുമായിട്ട്. 7 മണിക്കാണ് മത്സരം നടക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഞ്ചാബ് FC മുംബൈ സിറ്റി FCയും 4 മണിക്ക് കളിക്കുന്നുണ്ട്. അതേപോലെ ചെന്നൈയിൻ FCയും ഏഷ്യൻ റൈഫിൾസും ഏറ്റുമുട്ടുകയാണ്. സ്റ്റീഫൻ സിക്കോബിക് എന്ന് പറയുന്ന സെർബിയൻ സ്ട്രൈക്കറുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിലാണെന്നും താരത്തിനെ സൈൻ ചെയ്യാൻ പോവുകയാണെന്നുമാണ് ഇപ്പോൾ വീണ്ടും ഒരു റൂമർ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ട്രൈക്കറിനെ സൈൻ ചെയ്യുകയുണ്ട്. പക്ഷേ ഈ താരത്തിനെ സൈൻ ചെയ്യുമെന്നാണ് സംശയം. കാരണം 34 വയസ്സുണ്ട് താരത്തിന്. അതുകൊണ്ട് തന്നെ ഈ സെർബിയൻ സ്ട്രൈക്കറിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുമെന്ന് നമുക്ക് കണ്ടു തന്നെ ഇരിക്കണം. കൂടുതൽ ഫുട്ബോൾ ന്യൂസുകൾക്കായി സൈൻ ചെയ്യുക. താങ്ക് യു ഗായ്സ്.